മാർത്തോമാ സഭാ സെക്രട്ടറിക്കില്ലാത്ത നിയോഗ ശുശ്രൂഷ വികാരി ജനറലിന് എന്തിന്? മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയ സഭാ സെക്രട്ടറി എന്ന പദവി ഒരാൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഇല്ലാത്ത നിയോഗ ശുശ്രൂഷയാണ് വികാരി ജനറൽ എന്ന സ്ഥാനം ഏൽക്കുന്ന പട്ടക്കാരന് നൽകുന്നത്. ഇത് എന്തുകൊണ്ടാണ്? വിശ്വാസികൾ ചോദിക്കുന്നു. മാർത്തോമാ സഭയുടെ 2025 നിലവിൽ വന്ന ഭരണഘടന പ്രകാരം പ്രത്യേകമായ യാതൊരുവിധ അധികാരങ്ങളും പദവികളുമില്ലാത്ത ഒരു സ്ഥാനമാണ് വികാരി ജനറൽ എന്നത്. ജോലി എന്ത് എന്ന് സഭാ കൗൺസിലും ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പൽ സിനഡും തീരുമാനിക്കും. ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ എന്തിനാണ് അത്യാർഭാടമായി ഒരു വികാരി ജനറൽ അഭിഷേകം നടത്തുന്നത് എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. വികാരി ജനറൽ എന്നത് മാർത്തോമാ സഭയുടെ മെത്രാന്മാരുടെ ഇഷ്ടക്കാർക്കും കാലുതാങ്ങികൾക്കും നൽകുന്ന ഒരു സ്ഥാനമായി ഇക്കാലത്ത് അധപ്പതിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാലുതാങ്ങികൾക്ക് എന്തിനാണ് നിയോഗ ശുശ്രൂഷ? വിശ്വാസികൾ ചോദിക്കുന്നു. എപ്പിസ്കോപ്പ, റംബാൻ, കശീശ, ഷമ്മാശൻ ശുശ്രൂഷ വേളകളിൽ മാത്രമാണ് ശോശപ്പ തലയിലിട്ട് പ്രാർത്ഥന നടത്തുന്നത്. ഇന്നിത് വികാരി ജനറൽ നിയോഗ ശുശ്രൂഷ എന്ന പേരിൽ നടത്തുന്ന പൊറാട്ട് നാടകത്തിൻ്റെയും ഭാഗഭാക്കാകുന്നു എന്നത് തികച്ചും അപലപനീയം തന്നെയാണ്. വിശ്വാസികൾ ചോദിക്കുന്നു. ഡോക്ടറേറ്റുകൾ വാങ്ങിക്കൂട്ടിയ മെത്രാന്മാർക്ക് കാനോനികമായ നിയമങ്ങൾ അറിയില്ലേ എന്ന്. സ്വന്തം കാലുനക്കിക്ക് എന്തൊക്കെ ചാടിച്ചു കൊടുക്കാമോ അതൊക്കെ കൊടുക്കാൻ ലജ്ജയില്ലേ എന്നാണ് വിശ്വാസികൾ മെത്രാന്മാരോട് ചോദിക്കുന്നത്. വികാരി ജനറലിന് നൽകുന്ന ചുവന്ന അരക്കെട്ടും റോസ് നിറത്തിലുള്ള പുറംകുപ്പായവും അവരുടെ യൂണിഫോമാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റായ വികാരി ജനറൽ അവ ഉപയോഗിക്കേണ്ടത് അവരുടെ ഔദ്യോഗിക രംഗത്താണ്, അല്ലാതെ ശുശ്രൂഷകളിലല്ല എന്നു മനസ്സിലാക്കുവാൻ ഈ ചവിട്ടുനാടകത്തിന് കുടപിടിക്കുന്നവർക്ക് വിവരമില്ലേ എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. പൂച്ചയ്ക്ക് പൊന്നുരുക്കുന്നിടത്ത് കാര്യമില്ല എന്ന് ഈ വികാരി ജനറൽമാർ എന്ന് മനസ്സിലാക്കും. റിട്ടയർ ചെയ്താൽ ഉപേക്ഷിക്കേണ്ട ചുവന്ന ബെൽറ്റും റോസ് പുറംകുപ്പായവും ഇട്ടുകൊണ്ട് സ്വയം ആളുകളിക്കുന്ന പെൻഷൻ പറ്റിയ അല്ലയോ വികാരി ജനറൽമാരെ, നിങ്ങൾക്ക് അല്പം പോലും ഉളുപ്പ് തോന്നുന്നില്ലേ എന്നാണ് വിശ്വാസികളുടെ ചോദ്യം. പെൻഷൻ പറ്റിയാൽ നിങ്ങൾ വെറും റിട്ടയേർഡ് പട്ടക്കാരൻ മാത്രമാണ് എന്നും ഈ റോസ് പുറഞ്ചട്ടയിട്ട് നാടരംഗം അഭിനയിക്കരുത് എന്നും മനസ്സിലാക്കിയാൽ നല്ലത്. നാണമുള്ളവർക്കല്ലേ നാണക്കേട് തോന്നൂ, വിശ്വാസികൾ പറയുന്നു. വികാരി ജനറൽ പദവി എന്നത് പരമാവധി 5 വർഷം സേവന കാലയളവ് മാത്രമുള്ള ഒരു ഉദ്യോഗമാണ് എന്നും ഈ ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ചാൽ പിന്നെ ആ യൂണിഫോം ഉപയോഗിക്കുന്നത് തെറ്റാണെന്നും ഇവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ എന്തേ എപ്പിസ്കോപ്പമാരാരും തയ്യാറാകുന്നില്ല എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യം. വികാരി ജനറൽമാരുടെ നിയോഗ ശുശ്രൂഷ എന്നത് തന്നെ തെറ്റാണ് എന്നിരിക്കെ അങ്ങനെയൊരു ചടങ്ങ് നടത്തി അതിനെ പട്ടം കൊട ശുശ്രൂഷയ്ക്ക് തുല്യമായ ചടങ്ങാക്കി മാറ്റുന്ന പ്രവണത ഉപേക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തങ്ങളെ സുഖിപ്പിക്കുന്നവർക്ക് എന്തും നൽകുമെന്ന മനോഭാവം ഉപേക്ഷിക്കാൻ മെത്രാന്മാർ തയ്യാറാകണം എന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്. വികാരി ജനറൽ എന്ന പദവി ഒരു കൗദാശിക സ്ഥാനമോ ശുശ്രൂഷാ സ്ഥാനമോ അല്ല എന്നുള്ളതും സഭാ ഭരണഘടനയും പാരമ്പര്യങ്ങളും തഴക്കങ്ങളും അനുസരിച്ച് ഇതൊരു ഭരണ നിർവഹണ ചുമതല മാത്രമാണ് എന്ന സത്യം ബോധപൂർവം മറന്നുകൊണ്ട് അനാവശ്യമായ ചടങ്ങുകൾ നടത്തുന്നത് ശരിയോ എന്ന് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി ഒരു പുനർവിചിന്തനം നടത്തണം എന്നാണ്
വിശ്വാസികൾക്ക് പറയുവാനുള്ളത്. സഭാ സെക്രട്ടറിക്ക് നൽകാത്ത പ്രത്യേക നിയോഗ ശുശ്രൂഷ 2 പ്രാവശ്യം സഭാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് തോൽവിയച്ചൻ എന്ന പേര് സമ്പാദിച്ച ആൾക്ക് വികാരി ജനറൽ സ്ഥാനം നൽകി നിയോഗ ശുശ്രൂഷ നൽകിയതിൻ്റെ ഔചിത്യം ഇന്നും സഭാജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജനങ്ങൾ തിരസ്കരിച്ച വ്യക്തിക്ക് വികാരി ജനറൽ സ്ഥാനം നൽകിയതിൻ്റെ ഔചിത്യം ഇന്നും സഭാജനങ്ങൾക്ക് പിടികിട്ടുന്നില്ല. അറിയാവുന്നവർ പറഞ്ഞു തന്നാൽ നല്ലതെന്നാണ് പലരും പറയുന്നത്.